ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഓൾ. എല്ലാവർക്കും ആൻസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ കട്ട്ലേറ്റ് ആണ്. അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ, 1/2 കപ്പ് ഉള്ളി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1 നുള്ളു ജീരകം, 2 ഏലക്ക, വേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, ഇനി 5 പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞത് 2 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ, കഴിയുന്നതും വെളിച്ചെണ്ണ തന്നെ എടുക്കുക. ഇനി നമുക്ക് ചെമ്മീനൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെമ്മീൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയും ഉപ്പും വേപ്പിലയും ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിന് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, ഏലക്ക, ഉള്ളി അരിഞ്ഞത്, ഗരം മസാല, ഇവയെല്ലാം കൂടി നന്നായി അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. ഇപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് അരയണ്ട. വേപ്പില, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, തേങ്ങ നന്നായിട്ട് അരയരുത്. ഇനി നമുക്ക് ചെമ്മീൻ അരച്ചതും തേങ്ങയും മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി അരച്ചതും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. കയ്യിലൊട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം ഓവൽ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാവുമ്പോൾ നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് തീ അല്പം കുറച്ചിടാം. ഉള്ളു നന്നായി വേകുന്നതിന് വേണ്ടിയാണ്. ഫ്രൈ ആവുന്നതനുസരിച്ച് ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അധികം തീ വേണ്ട. ഇപ്പോൾ ഒരുവിധം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.